പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. ജീവിത താഴ്വരയാതിലുമെന്റെ പാതയായി ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാടിയേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ, 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 സന്തോഷത്തോടെ ഹല്ലേലൂയ, ഉത്സാഹത്തോടെ ഹല്ലേലൂയ. കർത്താവേ, എല്ലാവരെയും കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാതൊരുമായി അവൻ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ രാത്രി സംഗീതമായിരിക്കും. കർത്താവേ, അവൻ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. നമുക്ക് മനോഹരമായ അടവി തരിക്കളിൽ ഒരു നാരകം എന്ന വണ്ണം വിശുദ്ധരെ നടുവിൽ കാണുകയും അതിശ്രേഷ്ഠനാം യേശുവിനെ അനുഗ്രഹ ഗാനം ചെയ്യുന്ന കരങ്ങൾ തെറ്റി ഒരുമിച്ച് പാടി അവൻ കർത്താവിന്റെ നാമത്തെ മുഖത്തപ്പെടുന്ന കർത്താവേ അനുഗ്രഹിക്കുമാറാണ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കരങ്ങൾ തെറ്റി പാടിയാട്ടെ.
പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പാടിടാം. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. ഓ നന്ദിയോടെ ഞാൻ പാടിടുമേ, പകർന്നാ തൈലം പോലെ നാമം സൗരത്തെ വീശുന്നതാ, പകർന്നാ തൈലം പോലെ നാമം സൗരത്തെ വീശുന്നതാ. ഋഷിനിന്ന നേരങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ, ഋഷിനിന്ന നേരങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. നീ പുഷ്പശാരോണിയവൻ താമരയുടെ താഴ്വരയിൽ, നീ പുഷ്പശാരോണിയവൻ താമരയുടെ താഴ്വരയിൽ. വിശുദ്ധനാദി വിശുദ്ധനവൻ ആ സൗന്ദര്യ സമ്പൂർണ്ണനേ, വിശുദ്ധനാദി വിശുദ്ധനവൻ ആ സൗന്ദര്യ സമ്പൂർണ്ണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ക്ലേശരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ നീങ്ങുമ്പോ, ക്ലേശരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ നീങ്ങുമ്പോ, തിരുകാലം എടുത്തവച്ച് ഭയപ്പെടായം തുറച്ചവനെ, തിരുകാലം എടുത്തവച്ച് ഭയപ്പെടായം തുറച്ചവനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പാടിയേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. എല്ലാ കാര്യങ്ങളും പഠിച്ചവരെ പാടിയേ. നന്ദിയോടെ ഞാൻ പാടിടുമേ, തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ, തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചുകൊണ്ടേ എന്റെ മുൻപിൽ ഞാൻ ഇടുവാൻ, എന്റെ വേലയെ തികച്ചുകൊണ്ടേ എന്റെ മുൻപിൽ ഞാൻ ഇടുവാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ. ഓ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം
செல்லட்டுமே ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. விசுவாசத்தோட ஜீவன் எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. காணி கொண்ட மரங்கள் எல்லாம் எங்கள் காணிகளை கொடுக்கட்டுமே. காணி கொண்ட மரங்கள் எல்லாம் எங்கள் காணிகளை கொடுக்கட்டுமே. ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. ஆவியின் வரங்களினால் என்னை அபிஷேகம் செய்திடுமே. 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 ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. செல்லுமா ஜீவன் எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. ஜீவநதியே ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. செல்லுமா ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. ஜீவநதியே எங்கள் உள்ளத்தில் பாய்ந்து இரண்டு கரங்களை சென்று பாடுமா. ஜீவநதி எங்கள் உள்ளத்தில் பாய்ந்து செல்லட்டுமே. ஆவியின் வரங்களினால் என்னை அபிஷேகம் செய்திடுமே. ஆவியின் வரங்களினால் என்னை அபிஷேகம் செய்திடுமே. உலர்ந்த எலும்புகள் எல்லாம் என் உயிர் பற்றி எழுப்பட்டுமே. மாம்சத்தின் எண்ணங்கள் எல்லாம் என்னில் மறைந்து போகட்டுமே. கரங்களை தட்டி ஆண்டவரை மகிமைப்படுத்துமா. கரங்களை தட்டி ஆண்டவரை மகிமைப்படுத்துமா. அவர் பரிசுத்தே, அவர் பரிசுத்தே, அவர் சர்வ வல்லமையுள்ள தேவன். அவர் உண்மையுள்ளவர். அவர் வாக்குத்தத்தத்தில் உண்மையுள்ள தேவன். அவர் வாக்கு மாறாதவர். ஓ ராமாஷதரே இரண்டு கரங்களை ஆண்டவரை மகிமைப்படுத்துமா. ಎಲ್ಲ ಕರೆಗಳು ಬಿಡಿಸಿದ ತಾವನೆ ಸುಲಿಸಾಡೆ. ಎಲ್ಲ ಕರೆಗಳು ಬಿಡಿಸಿದ ತಾವನೆ ಸುಲಿಸಾಡೆ. ಎಲ್ಲ ಕರೆಗಳು ಬಿಡಿಸಿದ ತಾವನೆ ಸುಲಿಸಾಡೆ. ಅನ್ಯ ಭಾಷೆಗಳ ದೇವತೆ ಸುಲಿಗೆ ಓರಿ ಬಲ ಗರ 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 ಯಾರಿಗೆ ಸುನಾರ ಬಹುಗಳಾರ ಗರ ಗರ ಗರಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಯೇಸುವಿನ ನಾಮ ಯೇಸುವಿನ ನಾಮ ಓರಿ ಬಲ ಗರ 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 ಯಾರಿಗೆ ಸುನಾರ ಶಂಕರಾರ ಗರ 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 ಯಾರಿಗೆ ಸುನಿ. We worship you, Lord. We worship you, Lord. We worship you, Lord. We praise your holy name. Yendri ආරාධිත පරිසුතේ, අග පරිසුතේ, අග පරිසුතේ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാ കരങ്ങൾ വെച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. இரண்டு கரங்களை ஆண்டவரை மகிமைப்படுத்தும். இரண்டு கரங்களை ஆண்டவரை மகிமைப்படுத்தும்.
சேர்ந்து பாடுமா. மாம்சத்தின் எண்ணங்கள் எல்லாம் என்னில் மறைந்து போகட்டுமே, ஜீவநதியே எந்த உள்ளத்தில் பாய்ந்து செல்லட்டுமே. சேர்ந்து பாடுமா. ஜீவநதியே எந்த உள்ளத்தில் பாய்ந்து செல்லட்டுமே, ஆவியின் வரங்களினால் என்னை அபிஷேகம் செய்திடுமே, ஆவியின் வரங்களினால் என்னை அபிஷேகம் செய்திடுமே, ஜீவநதியே எந்த உள்ளத்தில் பாய்ந்து செல்லட்டுமே, ஜீவநதியே எந்த உள்ளத்தில் பாய்ந்து செல்லட்டுமே. எல்லா தேவனுடைய பிள்ளைகள் இரண்டு கரங்களை தட்டி ஆண்டவரை மகிமைப்படுத்துமா. ஹல்லேலூயா. எல்லா தேவனுடைய பிள்ளைகள் இரண்டு கரங்களை தட்டி ஆண்டவரை மகிமைப்படுத்துமா. ஹல்லேலூயா. ஹல்லேலூயா. கர்த்தருக்கு ஸ்தோத்திரம். இப்பொழுது சபையார் யாராவது சுருக்கமாக ஜெபம். உங்கள் ஆண்டவரே பெருமையான சாயங்கால வேலைக்காக நன்றி கர்த்தாவே சப்பா. மட்டும் எங்களை வழிநடத்தின கிருபைக்காக கோடான கோடி நன்றி கர்த்தாவே சப்பா. ஆண்டவரே இந்த நாளில் ஆண்டவரே நாங்கள் உணப்பட்டோம் இந்த அண்டையில் நாங்கள் எல்லாரும் ஒன்று கூடியிருக்கிறோம் கர்த்தாவே இசப்பா. இந்த நேரத்தை நீ தந்த கிருபைக்காக நன்றி ஆண்டவரே. ஒவ்வொரு நாளையும் எங்களுக்கு ஆசீர்வாதமான நாளாக நீ தந்த கிருபைக்காக நன்றி. ஒரு ஆரோக்கியத்தையும் சுகத்தையும் பலத்தையும் நீ தந்து எங்களை வழிநடத்தி வருகிற கிருபைக்காக கோடான கோடி நன்றி கர்த்தாவே சப்பா. ஒவ்வொரு நாளுடைய தேவைகளை எடுத்து கவலைப்படாதீங்க, எல்லாமே நீ பார்த்துக்கொள்ளுன்னு சொன்னது போல கர்த்தாவே எங்களுடைய தேவைகளை எல்லாவற்றையும் நீ சந்தித்து எங்களை தேவைகளை நீ பார்த்துக்கொண்டு எங்களை வழி நடத்தி வரீங்க. பார்த்துக்கணும் கோடான கோடி நன்றி கர்த்தாவே எசப்பா. இந்த வேலையிலையும் கர்த்தாவே வந்திருக்கிற ஒவ்வொரு குடும்பத்தையும் உமது கரங்களில் கொடுக்குறோம் எசப்பா. உமது அண்ணியில் வந்து அப்பா அவங்க என்னென்னா வேண்டிக் கொள்கிறாங்களுக்கு அப்பா அவங்களுடைய வாஞ்சிகளையும் அவங்களுடைய இயக்கங்களையும் நீர் அறிந்திருக்கிறீர் கர்த்தாவே எசப்பா. அதை நீற்றுபடியாக கேட்டுக்கொள்கிறோம் கர்த்தாவே. சிறு பிள்ளைகள் உமது அண்ணியில் வந்திருக்கிறாங்க கர்த்தாவே எசப்பா. பிள்ளைகள் இந்த சிறு பிராயத்திலே ஆண்டவரை உண்மை அறிகிற அறிவிலும் உண்மை துதிக்கிற துதியிலும் கர்த்தாவே உங்களுடைய வசனங்களை படித்து உண்மை துதித்து உண்மை போற்றி நீதான் உண்மையான தெய்வம் என்று அறிந்த பிள்ளைகள் வளர நிற்கிறதை தாருங்க கர்த்தாவே சப்பா. அதிகமாக இன்னும் அநேகருக்கு உண்மை பற்றி பிள்ளைகள் சென்று எழும்பி சென்று சொல்லவும் நிற்கிறதை தாருங்க கர்த்தாவே. ஜெபத்தில் அதிகமாக அவங்க வளரவும் பலப்படவும் நிற்கிறதை தாருங்க கர்த்தாவே சப்பா. சப்பா உடல் சோர்வுகள் பலவீனங்கள் எல்லாம் இருந்தாலும் கர்த்தாவே சப்பா கொண்டு வந்திருக்கிற ஒவ்வொருத்தரை ஆண்டவரையும் கொண்டான கூடிய நன்றி கர்த்தாவே சப்பா. எந்த ஒரு இதாக இருந்தாலும் கர்த்தாவே நீர் கூட இருந்து அவங்களுக்கு பலப்படுத்தி பலனை கொடுத்து வருகிற கர்த்தாவே கொண்டான கூடிய நன்றி கர்த்தாவே எசப்பா. இன்னும் வர தடைப்பட்டிருக்கிற ஒவ்வொருத்தரையும் நினைவு கூறுகிறோம் கர்த்தாவே எசப்பா. அவர்களையும் நீங்கள் ஆசீர்வதிங்க அப்பா. எப்படியாவது கூட்டி கொண்டு சேர்க்க அப்பா. உமது அண்டையில் வாஞ்சியாக வந்திருக்கவும் உண்மை தியானிக்கவும் உண்மை பற்றி படிக்கவும் உண்மையில் அதிகமாய் வளரவும் அநேகருக்கு உங்களுடைய வார்த்தைகளை கொண்டு சேர்க்கவும் கர்த்தாவே நீர் கிருபை தாருங்க கர்த்தாவே சப்பா. இப்போ ஒவ்வொரு வாரமும் நாங்கள் படித்து கொண்டு வருகிற வெளிப்படுத்தின விசேஷத்திற்காக நன்றி கர்த்தாவே சப்பா. வெளிப்படுத்தின விசேஷத்தில் நீங்கள் சொல்லியிருக்கிற காரியங்களை புரிந்து கொள்கிற அந்த ஒரு தன்மையும் அந்த ஒரு ஞானத்தை நீர் எங்களுக்கு அருள்முறையாக கேட்டுக்கொள்கிறேன் கர்த்தாவே சப்பா. அதிகமாக அதை கற்று ஆண்டவரை அதன்படி நீங்கள் நடக்க ஆண்டவரை உண்மை பற்றின அறிவிலை நாங்கள் இன்னும் வளர்ந்து கர்த்தாவே பலருக்கும் உண்மை பற்றி நான் அன்பை நாங்கள் சொல்லவும் இருக்கிறதை தாருங்க கர்த்தாவே சப்பா. உலக பிரகாரமான வாழ்க்கையில் அல்ல உம்முடைய வார்த்தையினாலே நாங்கள் வாழவும் வளரவும் இருக்கிறதை தாருங்க சப்பா. வார்த்தை தேவனாக இருக்கிறேன் என்று சொல்லியிருக்கிறேன் கர்த்தாவே. ஸோ உம்முடைய வார்த்தையிலும் உம்முடைய வசனத்திலும் நாங்கள் அதிகமாக வளரவும் பலப்படவும் இருக்கிறதை தாருங்க கர்த்தாவே. எல்லாவற்றையும் இந்த கரங்களில் ஒப்படைக்கிறோம். மீதியான வேலைகளை பொறுப்படுத்திக் கொள்ளுங்க, வழிநடத்துங்க. இயேசு மூலம் ஜெபம் கேளும் நல்ல பிதாவே. வசனம் ஒவ்வொரு வசனம் சொல்றீங்களா? வந்து அடுத்த வாரம் நான் ஒரு வசனம்
ஹல்லேலூயா. இந்த வருடம் நமக்கு என்ன வருடம்? இயர் ஆஃப் ஃபுல்ஃபில்லிங் த கிவன் டாஸ்க். நமக்கு கொடுக்கப்பட்டிருக்கிற டியூட்டிஸ், கடமைகளை செய்ய வேண்டிய அதான இந்த வருடத்தின் நோக்கம். வருடத்தின் நோக்கம் நமக்கு கொடுக்கப்பட்டிருக்கிற கடமைகளை சரிவர செய்ய வேண்டியது. இப்போ நம்முடைய கொடுக்கப்பட்டிருக்கிற கடமைகள் இருந்ததுன்னா, முதலாவது அந்த கடமைகள் நம் கண் முன்னால் இருக்கு. நமக்கு என்ன கடமை கொடுக்கப்பட்டிருக்கிறது? இந்த உலகத்தில் நமக்கு கொடுக்கப்பட்டிருக்கிற கடமை என்ன? என்னென்ன கடமைகள் செய்யணும்? நம்ம தேவனுக்கு செய்ய வேண்டிய கடமைகள் உண்டு. தேவனை ஆராதிக்கக்கூடிய கடமைகள், எல்லா கடமைகளும் நன்றி செலுத்த வேண்டிய கடமைகள், உலகத்தில் செய்ய வேண்டிய கடமைகள், அந்த கொடுக்கப்பட்டிருக்கிற கடமையை சரிவர செய்யக்கூடிய வருடம். நம்முடைய நோக்கம் நித்திய ராஜ்யம், நித்திய ஜீவனை பெற்றுக் நம்ம ஒவ்வொருவரும் நித்திய ராஜ்யத்துக்கு அது தகுதிப்பட வேண்டும். அந்த நித்திய ஜீவனை பெற்றுக்கொள்ள வேண்டும். அதற்காக நமக்கு வசனங்கள் ஒன்றான தேவனாகிய உண்மையும் நீர் அனுப்பினவராகிய இயேசு கிறிஸ்துவையும் அறிவதே நித்திய ஜீவன். நம்ம இந்த உலகத்தில் கொடுக்கப்பட்டிருக்கிற காலத்தில் மெய் தேவனாகிய இயேசு கிறிஸ்துவையும், மெய் தேவனாகிய உண்மையும் நீர் அனுப்பினவராகிய இயேசு கிறிஸ்துவையும் அறியணும். அது அறியக்கூடியதுதான் நம்முடைய நித்திய ஜீவன். தேவன் தம்முடைய ஒரே பேரான குமாரனை விசுவாசிக்கிறவன் எவனோ அவன் கெட்டு போகாமல் நித்திய ஜீவனை அடையும்படிக்கு இவ்வுலகத்தில் இவ்வளவாய் தந்தார். அதே நம்ம நினைக்கிறோம். உலகம் முழுவதும் ஆதாயப்படுத்தி கொண்டாலும் நித்திய ஜீவனை நஷ்டப்படுத்தாது லாபம். முக்கியமாக ஜெயங்கள் உள்ளவன் எவனோ அவனுக்கு ஜீவிக்கும். ஜெயம் கொண்டிருக்கிறோமா? நம்முடைய ஜெயம் நம்முடைய வாழ்க்கையில, உலகத்துல சாத்தானுடைய கைக்குள் இருக்கக்கூடிய இந்த லோகத்துல நாம் ஜெயம் கொள்கிறவர்களாக இருக்கிறோமா, தோற்று போகிறவர்களாக நம்ம ஆலோசித்துக்கோம். ஜெயம் கொள்கிறது நம்முடைய வாழ்க்கையில ஒவ்வொரு காரியத்திலும் வார்த்தையை வைத்து நம்ம ஜெயம் சரிதானா? அந்த வார்த்தையை வச்சு ஜெயம் கொள்ளுதுன்னா இயேசு கிறிஸ்து அவர் சொன்னார். அவர் வார்த்தையை வச்சு ஜெயம் கொண்டார். அவர் 40 நாள் உபவாசத்துக்கு வரும்போது சாத்தான் வந்து காமிச்சிட்டார். எல்லாம் உனக்கு சொந்தமாக்கி தரேன், இந்த ஐஸ்வர்யத்தை தரேன், உனக்கு அந்த சுகத்தை தரேன், இந்த எல்லா தரேன், உனக்கு எல்லாத்தையும் தரேன், நீ என்ன மாத்திரம் கும்பிடணும், என்ன மாத்திரம் வணங்கி. சாத்தான் சத்ருடைய இன்ஸ்ட்ரக்ஷன், அவனுடைய ஆவிக்குரிய அவன் சொல்லக்கூடிய காரியங்கள், அந்த நன்மையும் தீமையும் கலந்து சொல்லக்கூடிய வார்த்தைகள் வேதத்தில் எழுதியிருக்கிறீங்கள, வெளியேந்து கிளப்பதையும் காலம் பல்லில் தலையில் விழாமல் பாதுகாத்துக் கொள்ளார். அப்போ ஒவ்வொரு காரியங்களையும் சாத்தான் சொல்லுவான். இப்படி செய்யலாம், இப்படித்தான், உனக்கு ஐஸ்வர்யம் தானே, உனக்கு நல்ல மாடு கட்டும், வீடு கட்டலாம், உனக்கு நிறைய மாடி போட்டு வீடு கட்டலாம், வண்டி கிடைக்கும், கார் கிடைக்கும், உலகத்தோட சகல சௌகரியம் கிடைக்கும், நீ அந்த தொழுது என்னென்ன காரியங்கள் உலகத்தில் உள்ள சௌகரியம் கிடைக்கும், அவனுக்கு தொழுது. அது ஜெயங்கொழுது. ஜெயங்கொழுது சத்ருவின் போராட்டங்கள். இந்த உலகம் சத்ருக்கு பிடிக்குள்ள இருக்கும். அவன் கொண்டு வரக்கூடிய பிரச்சனைகள் இருக்கு, அவன் கொண்டு வரக்கூடிய சோதனைகள் இருக்கு. நமக்கு எவ்வளவு சோதனை வருதோ அது நண்பனாக்கி அதை ஜெயம் கொள்ள வேண்டும். அதுக்கு மேலே தான் வரும். நோய்கள் வந்தால் அதை ஜெயம் கொள்ள வேண்டும். ஏன்னா தேவன் குறித்த காலத்துக்கு ஒருத்தருக்கும் நியமித்திருக்க ஓட்டத்தை அவர் கொடுப்பார். யோபுக்கு எவ்வளவு வருத்தங்கள் வந்த போதும் அவன் கடைசியில சோதனைகளை சகித்து அவன் நினைச்ச பொன்னாக விடாங்க. அதுபோலதான் நம்முடைய வாழ்க்கையில் ஒருவேளை நிலவீனங்கள் நம்ம அட்டாக் பண்ணலாம், சோதனைகள் நம்ம அட்டாக் பண்ணலாம், குடும்பத்துல பிரச்சனைகளை வந்து நிறுத்தம், குடும்பத்தில் உள்ள அங்கத்தில் இருந்தாலும் புரஞ்சத்தினாலும் எல்லாம் நமக்கு நிறுத்தம், படத்தினாலும் நமக்கு போதும். இதெல்லாம் கவலைப்பட வேண்டியது, இதெல்லாம் மேற்கொள்ள வேண்டும். இவையெல்லாம் மேற்கொள்ளாமல் நம்ம இதுக்கு அடிபடிந்து போக வேண்டிய அவசியம் இல்லை. பலவீனங்கள் வந்தாலும் தேவன் நியமத்தை ஓட்டத்தை நமக்கு பிடிக்கும். அந்த ஒரு தைரியம் இருக்கணும். விசுவாசம் எனப்படுவது வார்த்தையை நம்ம நல்லா கவனிச்சுக்கணும். நமக்கு விசுவாசம் இருக்கணும்னா வார்த்தைக்கு இருக்குது. நம்முடைய இதனுடைய முக்கிய நோக்கமே சீட் இஸ் த வேர்ட் ஆஃப் காட். சீடா கிறிஸ்டியன்ஸ் என்னன்னா சீட் இஸ் த வேர்ட் ஆஃப் காட். சீடுனா வித்து தான் வார்த்தை. அந்த வார்த்தை தான் முக்கியத்துவம் கொடுக்க வேண்டும். நித்திய ஜீவனை பெற்றுக்கொள்ள வேண்டுமானால் நாம் மறுபடியும் பிறக்க வேண்டும். மறுபடியும் பிறக்க வேண்டுமானால் தேவனுடைய வித்தினால் பிறக்கும். நம்ம மனுஷனுடைய வித்தினால் பிறந்திருக்கோம். சாத்தானுடைய நன்மையை அறியத்தக்க வார்த்தையை வளர்ந்திருக்கோம். நம்மிடத்துல பாவம் இருக்கு. அந்த பாவத்தை நம்ம எதனால மேற்கொள்ள வேண்டும்? தேவனுடைய வித்தினால், இயேசு கிறிஸ்துவனுடைய தேவனுடைய வித்தினால் நம்ம மறுபடியும் நம்ம பிறந்திருக்கிறது. நம்ம மனுஷனால் நம்ம பிறந்திருக்கோம். பாவத்தில் நாம் பூச்சி. ஆனால் நாம் மறுபடியும் 2வது பிறக்க வேண்டியது தேவனுடைய வார்த்தை. அந்த தேவனுடைய வார்த்தையினால் மறுபடியும் பிறக்கும் பொழுதுதான் நித்திய ஜீவனை. அப்படிதான் நம்ம நித்திய ராஜ்யத்துக்கு தகுதிப்படுத்தும். அந்த ஜீவ கனி நமக்கு அந்த ஏதேன் தோட்டத்தில் எதை இழந்து போகிறோமோ, நித்திய ஜீவனை இழந்து போகிறோமோ, அந்த நித்திய ஜீவனை நமக்கு கொடுப்பாங்க. ஏதேன் தோட்டத்தில் நம்ம சொல்லும்போது
கடவுள் எப்படி செய்தார்? மனுஷனை படைச்சார். எப்படி படைச்சார்? தம்முடைய சாயலின்படியே படைத்தார். நமக்கு இந்த சாயலா கொடுத்திருந்தார்? இந்த சாயல் கிடையாது. தேவன் தம்முடைய சாயல். அவருக்கு சாயல் உண்டா? அவருக்கு சாயல் அநாதி தேவன். அவர் எங்கும் நிறைந்தார். ஆவியின் உலகத்தில் உள்ள ராஜா. அப்போ அது பரலோகம் ஆவியின் உலகம். அது கம்ப்ளீட்டாக எல்லாம் ஸ்பிரிச்சுவல், குட் ஸ்பிரிட்ஸ் எல்லாம் இருந்துச்சு. அதுபோல லூசிஃபர் அந்த மாதிரிலாம் பேட் ஸ்பிரிட் கொஞ்சம் பேர். அப்போ அது ஆவியின் உலகம். நம்மவே அப்படித்தான் சிருஷ்டித்தார். தேவன் மனுஷ சாயலாக சிருஷ்டித்தார் மண்ணை. அப்போ மனுஷன் எப்போ மனுஷன் என்பதை உணர்ந்தான்னா அவன் பாவம் செய்த பொழுது அவனுடைய தேவ சாயல் மாறி அவன் அப்போதான் நிர்வாணி என்பதை அவன் அதுவரை அவன் தேவ சாயல் தான். அவன் நித்திய ஜீவனுக்காக படைக்கப்படும், நித்திய ராஜ்யத்திற்காக படைக்கும், தேவ சாயலிலே படைக்கும். அந்த சாயலை இழந்து போனான். அந்த இழந்து போன சாயலால் நித்திய ஜீவன் அவருக்குள்ள இருந்தது. அந்த நித்திய ஜீவன் எடுபட்டு போனான். இனி அந்த நித்திய ஜீவனை, அந்த நித்திய ராஜ்யத்தை, அந்த ஜீவ கனி விஷயத்தின் கனியை புசிக்கும் பொழுது நாம் மீண்டும் மறுரூபமாக்கப்படும், நம் தேவ சாயலில் மாற்றப்படும், அவரோடு கூட பரலோக ராஜ்யத்தில் நாம் சேர்க்கணும். அதுக்கு தான் அவர் சொல்லியிருக்கார், பரமண்டலத்தில் எங்கள் பிதாவே உடைய நாமம் பரிசுத்தப்படுவதாக, உடைய ராஜ்யம் வருவதாக, உம்முடைய சித்தம் பரமண்டலத்திலே செய்யப்படுவதில் பூமியிலும் செய்யப்படுவதாக. அன்றைய ஆகாரத்தை எங்களுக்கு தாரும், எங்கள் கடனாளிகளுக்கு நாங்கள் மன்னிக்கிறது போல எங்கள் பாவ கடன்களை எங்களுக்கு மன்னி, எங்களை சோதனைக்கு உற்றுவீசிக்கப்படாமல் தீமையை நின்று ரட்சித்துக்கொள்ளும். ராஜ்யமும் வல்லமையும் மகிமையும் என்னென்றைக்கு உடையவரே. அந்த ராஜ்யத்துக்குள்ள நம்ம போயிட்டோமா? ராஜ்யத்தின் சுவிசேஷம் கடைசி நாட்கள் அறிவிக்கப்படும் பொழுது உலகத்தின் முடிவு. ராஜ்யத்தின் சுவிசேஷம் என்ன? வார்த்தையினால், அவருடைய வித்தினால், தேவனுடைய வித்தினால், கர்த்தருடைய வித்தினால் மறுபடியும் சாத்தானுடைய வித்தினால் நன்மை தீமை அறியத்தக்க கனியை புசித்து நாம் உயிர்வாழதில் ஆத்மா மறித்து போச்சு. நன்மை தீமை அறியத்தக்க கனியை புசித்து ஆத்மா மறித்து போச்சு. ஆனால் ஜீவ விஷயத்தின் கனியாக உண்மை வார்த்தையாகிய இயேசு கிறிஸ்துவ உண்மை வார்த்தை, அந்த வார்த்தை மாம்சமாக இயேசு அந்த வார்த்தையினால் நம்ம மறுபடியும் பிறக்கும்போது உலகத்தை மேற்கொள்ளும். உலகத்தில் ஒரு கவலையும் பட வேண்டியதில்லை. ஒரு வேளை சைடில் மாம்சம் உலக கவலையும் வந்தாலும் ஆத்மீக பிரகாரமாக ஆத்மாவில் என்னைக்கும் பலன் கொடுக்கும். ஆவியோ சரீரமோ பலவீனமாக, ஆவி உற்சாகம். நம்ம ஆவியை பலப்படுத்தும் பொழுது சரீரம் அதை அவர் பார்த்துக்கிறார். மரியாள் தனி விட்டு ஏற்படாத நல்ல பங்கு தேர்ந்து கொண்டபடியினால் அதுபோல நாம் நினைக்கணும் அவருடைய வார்த்தையை நம்ம பின்பற்றி அதை இருதயத்தில் வைத்து உலக காரியங்களை, உலக பாடுகளை, உலக வேதனைகளை ஜெயம் கொள்ளும். அப்போது கர்த்தர் நம்மை மென்மேலும் ஆசீர்வதிப்பார். எப்பொழுது சிறிது நேரம் கொடுக்க யோசிக்க. Jesus, hallelujah. Jesus, hallelujah. എല്ലാ കരങ്ങളും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടെ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാത്രയ്ക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ അവൻ കർത്താവിന്റെ സന്നിധിയിൽ യാത്ര സമയമായിരിക്കും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ അവൻ 3:16 ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ആമേൻ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ ഏറ്റവും അവൻ പ്രാധാന്യപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന അതിൽ ഏറ്റവും അവൻ മനുഷ്യൻ അവൻ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ അവൻ കാലിൽ അത് ലഭിപ്പാൻ അല്ലെങ്കിൽ അത് അവതരിപ്പാൻ അവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവൻ ഒരു വാക്കാണ് സ്നേഹം. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. സ്നേഹം ഒരു മനുഷ്യന് ഉണ്ട് എങ്കിൽ അവൻ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പൂർണ്ണത എന്ന് പറയുന്നത് സ്നേഹം നിലനിൽക്കുമ്പോഴാണ്. ആമേൻ. ഹല്ലേലൂയ. കഴിച്ച ഒത്തിരി ദിവസങ്ങൾ കൊണ്ട് അവൻ ഈ വിഷയത്തെ കുറിച്ച് അവൻ ഈ സ്നേഹം അവൻ ഹല്ലേലൂയ അവൻ ഇന്ന് ഏറ്റവും അധികം സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവൻ ദൈവമക്കളുടെ അവൻ ഇടയിലാണ്. ആമേൻ. ഹല്ലേലൂയ. 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 അവൻ പലപ്പോഴും അവൻ ദൈവിക സ്നേഹത്തെ കുറിച്ച് നാം പ്രസംഗിക്കാറുണ്ട്, പ്രസംഗം കേൾക്കാറുണ്ട്, പരസ്പരം സംസാരിക്കാറുണ്ട്. പക്ഷേ അവൻ ഈ അന്ത്യ കാലഘട്ടത്തിൽ അവൻ കാലിലെ നമ്മുടെ ആത്മീക ഗോളങ്ങളിൽ അല്ലെങ്കിൽ അവൻ വിശ്വാസ പാതയിൽ വിശ്വാസ ജീവിതത്തിൽ
അവൻ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവൻ ജീവിതത്തിൽ ഏറ്റവും അവൻ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ അവൻ വേദപുസ്തകങ്ങളിൽ അവൻ ഏറ്റവും അവൻ പ്രാധാന്യം കൊടുക്കുന്ന അവൻ സ്നേഹം അവൻ നമ്മുടെ ജീവിതങ്ങളിൽ അവൻ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വായിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ, ഹല്ലേലൂയ. അവൻ ഇതിൽ രണ്ട് കാര്യങ്ങൾ, അവൻ ഒരു ചോദ്യം ഇതാണ്: ദൈവം അവൻ തന്റെ പുത്രനെയാണോ അധികം സ്നേഹിച്ചത്? അല്ല, അവൻ ഹല്ലേലൂയ, നമ്മളെയാണ് ദൈവം അധികം സ്നേഹിച്ചത്. ആമേൻ. എന്താണ്? ആരെങ്കിലും അറിയാമെങ്കിലും ഉറക്കെ പറഞ്ഞേ. അവൻ ദൈവം അവൻ തന്റെ പുത്രനെയാണോ അധികം സ്നേഹിച്ചത്? ഇല്ല, അവൻ നമ്മെയാണോ അധികം സ്നേഹിച്ചത്? എന്താണ് മറുപടി? എന്താണ് മറുപടി? ദൈവം പുത്രനെയാണോ സ്നേഹിച്ചത്? അത് നമ്മളെയാണോ അധികം സ്നേഹിച്ചത്? ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ആരെ സ്നേഹിച്ചു? ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആരെ സ്നേഹിച്ചു? ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ആരാണ്? വസിക്കുന്നവരാണ് നിങ്ങളും ഞാനുമാണ്. ആമേൻ. ദൈവം നിങ്ങളെയും എന്നെയും അധികമായി സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് അവൻ ഹല്ലേലൂയ തന്റെ ഏകജാതനായ പുത്രനെ ദൈവം എന്നത് ഈ ലോകത്തിൽ അയച്ചത്. ഈ ലോകത്തിൽ അയച്ചത് എന്തിനാണ്? നമ്മുടെ കൂടെ ഒരുമിച്ച് വസിപ്പാനാണോ? ആണ്. ആമേൻ. നമ്മുടെ കൂടെ ഒരുമിച്ച് ജീവിപ്പാനാണോ? ആണ്. പക്ഷെ അതിലെല്ലാത്തിലും ഉപരി അവൻ സ്നേഹം എന്ന് പറയുന്നത് ഒരു ത്യാഗമാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു ത്യാഗമാണ്. ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ കഷ്ടമുള്ള കാര്യമാണ് ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അവൻ ഹല്ലേലൂയ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആമേൻ, ഹല്ലേലൂയ. അവൻ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ഈ ദൈവിക സ്നേഹത്തിന് ഒത്തിരി കാരണങ്ങളും ഒത്തിരി ലക്ഷണങ്ങളും ഉണ്ട്. ആമേൻ. ഈ ദൈവിക സ്നേഹം എന്ന് പറയുന്നത് അവൻ ഒരിക്കലും അവൻ ഒരു പുറമേ നിന്ന് വരുന്നതല്ല, അവൻ അതിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവൻ ഈ ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. ആമേൻ. ഒരു വ്യക്തിക്ക് ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ആമേൻ. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ സാറിനോട് അവൻ എനിക്ക് സാറിനോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം ഈ വാക്ക് അവൻ ഹല്ലേലൂയ അവൻ തേനിനേക്കാൾ മധുരമായ രീതിയിൽ കേൾക്കുന്നവർക്ക് അത് സുഖമായി തോന്നും. പക്ഷേ അതിനെല്ലാത്തിലും അപ്പുറമായിട്ട് അവൻ ഈ വ്യക്തിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവൻ അത് ഏറ്റവും അവൻ ആ ഒരു വ്യക്തിക്ക് ചെയ്യുന്ന ഒരു ത്യാഗമാണ്. ആമേൻ. കരങ്ങളുയർത്തുന്ന കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് അവൻ ഒരു വാക്കുകൊണ്ട് പറയുവാൻ എളുപ്പമെങ്കിലും അത് ജീവിതത്തിൽ അവൻ നമ്മൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അത് പുറപ്പെട്ടു വരണമെങ്കിൽ അവൻ നമുക്ക് എന്തുണ്ടാകണം? ഒരു മാനുഷിക സ്നേഹം പോരാ, ദൈവിക സ്നേഹം നമ്മൾ നിലനിൽക്കുന്നവരായിരിക്കണം. ആമേൻ. കരങ്ങളുയർത്തുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും ശബ്ദവർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിന്റെ 4:8 ഒരാൾക്ക് ശബ്ദവർത്തി വായിക്കാം. 1 യോഹന്നാൻ 4:8 വേഗത്തിൽ വായിക്കാം. அன்பில்லாதவன் தேவனை அறியான், தேவன் அன்பாகவே இருக்கிறார். ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്നേഹിക്കാത്തവൻ ആരെ അറിഞ്ഞിട്ടില്ല? ഒന്ന് പറഞ്ഞത്, ആരെ അറിഞ്ഞിട്ടില്ല? നമ്മൾമേൽ സ്നേഹമില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആരെ അറിഞ്ഞിട്ടില്ല? ഒന്ന് ഉറക്കെ പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. ആമേൻ. നമ്മളെല്ലാവരും ഈ ആത്മിക ഗോളങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പ്രസംഗം കേൾക്കുന്ന വിഷയം, അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന വിഷയം, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വർഗ്ഗത്തിൽ പോകും എന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അത് സത്യം ഒരു ബേസിക് എന്താണ്, ഒരു ഫൗണ്ടേഷൻ ആണ്.
അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ പ്രത്യാശയുടെ കാത്തിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഇത് ഏറ്റവും അത്യാവശ്യമാണ്, ഇതൊരു ഫൗണ്ടേഷനാണ്. പക്ഷേ അതിനെല്ലാത്തിലും ഉപരിയായി ഒരു മനുഷ്യന്മേൽ, ഒരു വ്യക്തിയുടെ മേൽ ദൈവ സ്നേഹം ഇല്ല എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനമെടുത്തത് കൊണ്ടോ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നത് കൊണ്ടോ ഒരു അർത്ഥവുമില്ല. ആമേൻ. എല്ലാവരും ശ്രദ്ധിച്ച ശബ്ദം വരുത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ സ്നേഹിക്കാത്തവൻ ആരെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മൾ മേൽ ദൈവിക സ്നേഹം ഇല്ല എങ്കിൽ ഇന്ന് രാത്രി സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെ അറിഞ്ഞിട്ടില്ല, ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അറിയേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ മേൽ ദൈവിക സ്നേഹമില്ലാത്തത്. കാരണം രണ്ടാമത്തെ ഭാഗം പറയുന്നത് കാരണം ദൈവം എന്താണ്, സ്നേഹമാണ്. എന്താണ് ഓർക്കാൻ പറഞ്ഞേ, ദൈവം എന്താണ്, സ്നേഹമാണ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതിന്റെ അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ വിലാപങ്ങൾ 3:22 ശബ്ദം ഉയർത്തി വായിക്കാം. വിലാപങ്ങൾ 3:22. വിലാപങ്ങൾ 3:22. ഞാൻ വായിക്കാം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എന്നാലും ഉറക്കം പറഞ്ഞ കർത്താവിന്റെ സ്നേഹം, ഒന്ന് ഉറക്കം പറഞ്ഞ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കാരണം അവൻ ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അത് അസ്തമിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രഭാതത്തിൽ അവൻ ഈ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവൻ വൈകുന്നേരം ആകുമ്പോൾ ഈ സൂര്യൻ അസ്തമിക്കും. പിന്നെ നമ്മൾ സൂര്യനെ കാണുന്നത് എപ്പോഴാണ് കാണുന്നത്, പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സൂര്യനെ കാണുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവൻ അതൊരു താൽക്കാലികമാണ്. അവൻ കാരണം കുറച്ച് മണിക്കൂറുകൾ സൂര്യൻ വരുന്നു, അവൻ ഉദിക്കുന്നു, ചില മണിക്കൂറുകൾ ശേഷം അസ്തമിക്കുന്നു. പക്ഷേ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കരവെളുത്തിന്റെ കർത്താവിനെ ശ്രദ്ധിച്ചു. എല്ലാവരും ബൈബിൾ എല്ലാവരും മടക്കി വെച്ച് എല്ലാവരും മടക്കി വെച്ച് അവൻ കർത്താവിന്റെ സ്നേഹം എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അസ്തമിക്കില്ല. ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവൻ അസ്തമിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഒരിക്കലും ഇരുട്ടെന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല, വെളിച്ചം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവൻ ഇതുപോലെ അവൻ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവൻ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ് നാം എങ്കിൽ, ദൈവിക സ്നേഹം നമ്മൾ രുചിച്ചറിഞ്ഞുവെങ്കിൽ, ആ ദൈവിക സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അവൻ ഉണ്ടെങ്കിൽ, അവനോട് വേദവസ്തു വചനം പറയുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതിനർത്ഥം എന്ന് പറയുന്നത് അവൻ ഏത് കഷ്ടതയിലും, ഏത് പ്രശ്നനടുവിലും, ഏത് വേദന നടുവിലും അവൻ നാം സ്നേഹിച്ച വ്യക്തികൾ നമുക്ക് വിരോധമായി എഴുന്നേറ്റാലും അവൻ ദൈവിക സ്നേഹമാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, അവൻ ആ ദൈവിക സ്നേഹം ഒരിക്കൽ നമ്മെ മേൽ അസ്തമിച്ചു പോവുകയില്ല. കരമുയർത്തുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 അവൻ 7 ഇപ്രകാരം പറയുന്നത്, അവൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്താണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണ്, പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതിൽ നിന്നുള്ളതാണ്, ഒന്നുറക്കെ പറഞ്ഞാൽ ഏതിൽ നിന്നുള്ളതാണ്, സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ അസ്തമിക്കാത്ത സ്നേഹം അവൻ സാഹചര്യം വരുമ്പോൾ അവൻ നമ്മിൽ നിന്ന് മറഞ്ഞു പോകുന്ന സ്നേഹം അവൻ അത് ദൈവിക സ്നേഹമല്ല. ഇവിടെ വേദപുസ്തകം പറയുന്നു നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ ജനിച്ചവനാണ്. എന്താണ് തുറക്കം അവൻ സ്നേഹിക്കുന്നവൻ ആരിൽ നിന്ന് ജനിച്ചവനാണ്, ദൈവത്തിൽ ജനിച്ച വ്യക്തിക്ക് മാത്രമേ അസ്തമിക്കാത്ത ആ സ്നേഹത്തിൽ നിലനിൽപ്പാൻ കഴിയുള്ളൂ. ഇതിന്റെ അവസാന ഭാഗം പറയുന്നത് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് രാത്രി സമയം അവൻ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ജീവിതം നയിച്ചു കൊണ്ട് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമത്തെ കാര്യം സ്നേഹമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഇന്ന് രാത്രി നാം പരിശോധിക്കേണ്ട കാര്യം, അവൻ സ്നേഹം, ആ ദൈവിക സ്നേഹം നമ്മിൽ മേൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമുണ്ട്. കാരണം ഈ അന്ത്യകാലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിച്ച് അതിൻ പ്രകാരം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദൈവിക സ്നേഹം നമ്മിൽ മേൽ നിന്ന് ഉണ്ടോ ഇല്ലയോ, അത് നഷ്ടപ്പെട്ടോ, അതിന്റെ വീര്യം കുറഞ്ഞോ, അത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നാം വിലയിരുത്തേണ്ടത് ഏറ്റവും ആവശ്യമത്രേ. കാരണം ഇന്ന് എല്ലാവരും അവൻ എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് അവൻ ഇന്ന് അനേകം വ്യക്തികളായിരിക്കുന്നത്. കാരണം ഞാൻ മാത്രം നന്നായി മതി, ഞാനും എന്റെ കുടുംബവും നന്നായി മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ മാത്രം നന്നായി മതി എന്നുള്ള ഒരു ദുർചിന്തകൾ ഉള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് അവൻ ദൈവിക സ്നേഹം നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണങ്ങളാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പരസ്പര സ്നേഹമില്ല ആർക്കും. ഹല്ലേലൂയ. ഒരു സൗന്ദര്യം കുറഞ്ഞ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ നമ്മൾ സ്നേഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഒരു പാവപ്പെട്ട വ്യക്തി കണ്ടു കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു സാമ്പത്തികത്തിൽ കുറഞ്ഞ വ്യക്തി കണ്ട സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കേരളത്തിൽ നടന്ന സമയം 10 മാസം പ്രായമുള്ള കുഞ്ഞ് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ മാതാപിതാക്കൾ എന്താണ് ചെയ്തത്? ആ കുഞ്ഞിന്റെ അവയവങ്ങൾ എന്ത് ചെയ്തു? അവർ ദാനം ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ഇങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹൃദയമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആമേൻ. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര മാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അവൻ 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ മറ്റു 4 കുഞ്ഞുങ്ങൾക്ക് അവൻ ജീവൻ വരുവാൻ തക്കവണ്ണം അവൻ ഒരേ ഒരു കുഞ്ഞ്. അവൻ, ഹല്ലേലൂയ. അവർ ഒരു മാതാപിതാക്കളും തന്റെ കുഞ്ഞിനെ ഒന്ന് കീറുവാനോ മുറിക്കുവാനോ ഒരു ചെറിയൊരു മൊട്ടുപിന്നെ കൊണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പോലും നമ്മൾ അതിന്റെ കരച്ചിൽ കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സഹിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ലോകത്തിൽ അനേകം വ്യക്തികൾ ഹല്ലേലൂയ അപ്രകാരമുള്ള കാര്യങ്ങൾ, നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ദൈവ മക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ അവൻ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ വേണ്ടി വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്ന ഹല്ലേലൂയ ഈ വേദപുസ്തകം അനുസരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം വിലയിരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമത്രേ. ആമേൻ. ഒരു കാര്യം വ്യക്തമാണ്, ദൈവിക സ്നേഹം ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹം ഏറ്റവും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അതൊരു മാനുഷിക സ്നേഹമായിരിക്കുന്നത്, അതൊരു ദൈവിക സ്നേഹമായിരിക്കണം. ആമേൻ. ദൈവിക സ്നേഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സ്നേഹമാണ്. സാഹചര്യങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്നതല്ല. ഹല്ലേലൂയ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഉൽപാദന ശേഷിയോടെ അല്ലെങ്കിൽ ഉത്ഭവപ്പെട്ട് വരുന്നതല്ല ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. ആ ദൈവത്തെ ശരിക്കും അറിഞ്ഞ വ്യക്തിക്ക് ആ ദൈവിക സ്നേഹം ആ വ്യക്തിയുടെ മേൽ ഉണ്ടായിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും പല വ്യക്തികൾ പറയാറുണ്ട്, എനിക്ക് മക്കളെ ഭയങ്കര സ്നേഹമാണ്, എന്നാൽ ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. ആമേൻ, ഹല്ലേലൂയ. പല മാതാപിതാക്കൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, എന്റെ സഹോദര, എന്റെ ബ്രദറെ, എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കാൻ പഠിക്കണം. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ഒരു വ്യക്തിയെ ഹല്ലേലൂയ അല്ലെങ്കിൽ മക്കൾ അപ്പനമ്മമാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വൃദ്ധസ്ഥലത്തിൽ കൊണ്ടുവരുന്ന സ്നേഹമല്ല. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു പറയുന്നത് പറഞ്ഞിട്ട് ഹല്ലേലൂയ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ദൈവിക സ്നേഹമല്ല. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്നേഹിക്കാതിരിക്കുന്നത് ദൈവിക സ്നേഹമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ അന്ത്യകാലങ്ങളിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ ആ ദൈവിക സ്നേഹം നമ്മുടെ മേൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. കാരണം ദൈവിക സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ആ ദൈവിക സ്നേഹം നമ്മുടെ മേൽ ഇല്ല എങ്കിൽ വേദവചനം പറയുന്നു, നാം ദൈവത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ്. ആമേൻ. നമ്മൾ ശരിക്കും ദൈവത്തെ അറിഞ്ഞു എങ്കിൽ ആ ദൈവിക സ്നേഹം നമ്മൾ നിലനിൽക്കും. അത് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഏത് രീതിയിലാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്? ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കണം. ആമേൻ. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം.
സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ ദൈവമക്കളാണ് എങ്കിൽ നമ്മൾ അവരെ സഹായിക്കണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവിക സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ നമുക്കത് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രി സമയം ദൈവത്തെ ഉണ്മയായി ആരാധിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആ ദൈവിക സ്നേഹം നമ്മൾ മേൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നതാണ്. ആമേൻ. അടുത്ത കാര്യം ഇപ്രകാരം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14:14 ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നമ്മൾ നിർവഹിക്കണം. നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? സ്നേഹത്തോടെ നിർവഹിക്കണം. ആമേൻ, ഹല്ലേലൂയ. സ്നേഹത്തോടെ നിർവഹിക്കണമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആ ദൈവിക സ്നേഹം നമ്മിൽ ഉണ്ടായിരിക്കണം. ആമേൻ. അടുത്തൊരു വാക്യപ്രകാരം പറയുന്നു, നമ്മെ തന്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കാൻ ഒന്നിനും കഴിയുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവിക സ്നേഹമുണ്ട് എങ്കിൽ ആ സ്നേഹത്തിൽ നമ്മെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. ആമേൻ. ഇന്ന് രാത്രി സമയം അവൻ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെയും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ആ ദൈവിക സ്നേഹം ഇന്ന് രാത്രി സമയം അവൻ ദൈവത്തെ ഉണ്മയായി സേവിക്കുന്ന അവൻ ദൈവമക്കൾ മേൽ ഉണ്ടോ ഇല്ലയോ, അത് കുറഞ്ഞു പോയോ എന്ന് വിലയിരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യം അത്രേ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു വാക്കിൽ ഒതുക്കി തീർക്കേണ്ടതല്ല ദൈവിക സ്നേഹം. ആ ദൈവിക സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ആ ദൈവിക സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമയം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ആ ദൈവിക സ്നേഹം നിലനിൽക്കാനുള്ള കൃപയും അഭിഷേകവും എന്നിൽ പകരണം. ആമേൻ. ഈ അന്ത്യകാലങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമക്കളുടെ ഇടയിൽ ദൈവിക സ്നേഹമില്ല എങ്കിൽ ഒരിക്കലും ആത്മാക്കളെ നേടുവാൻ നമുക്ക് കഴിയുകയില്ല. ഒരിക്കലും ഒരു വ്യക്തിയോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ദൈവത്തെ ഉണ്മയായി സേവിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ദൈവിക സ്നേഹം പുറപ്പെടുവിക്കുമ്പോൾ അവൻ അനേക വ്യക്തികൾക്ക് അതൊരു ആശ്വാസമായി തീരുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി സമയം നമുക്ക് കേൾക്കപ്പെട്ട തിരുവചനം പോലെ ആമേൻ, ഹല്ലേലൂയ, ആ ദൈവിക സ്നേഹത്തിൽ നാം ഒട്ടും പിന്നോട്ട് പോകാതെ ആ ദൈവിക സ്നേഹം നിലനിന്നുകൊണ്ട് അനേക ആത്മാക്കളെ നാം രക്ഷയിലേക്ക് നയിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ, ജീസസ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ചില നിമിഷങ്ങൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ആ ദൈവിക സ്നേഹം എന്നിൽ പകരണമേ, ആ ദൈവിക സ്നേഹം എന്നിൽ പകരണമേ കർത്താവേ. ആ ദൈവിക സ്നേഹം എന്നിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ആ സ്നേഹം എന്നിൽ നിലനിർത്തണമേ കർത്താവേ. ആ ദൈവിക സ്നേഹം എന്നിൽ നിലനിർത്തണമേ കർത്താവേ. ആ ദൈവിക സ്നേഹം എന്നിൽ നിലനിർത്തണമേ കർത്താവേ. എന്റെ കൂട്ടു വിശ്വാസികൾ, കൂട്ടു സഹോദരങ്ങൾ, എന്റെ മാതാവിനെ, പിതാവിനെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ സഹോദരിയെ, എന്റെ ഭർത്താവിനെ, അവൻ എന്റെ ബന്ധുബന്ധങ്ങളെ സ്നേഹിക്കാനുള്ള ദൈവിക സ്നേഹം എന്നിൽ പകരണമേ എന്ന് പറഞ്ഞാട്ടെ. സ്വർഗ്ഗ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ശുദ്ധമൊരിക്കൽ കൂടെ അങ്ങനെ സ്ഥലത്തിൽ കടന്നത് കർത്താവേ. കേൾക്കപ്പെട്ട തിരുവചനം പോലെ കർത്താവേ, ആ ദൈവിക സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തി സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ അവസാന നിമിഷം വരെ സകലത്തെ വന്ന് നിർദ്ദേശിച്ചു കർത്താവേ. പാടുവാൻ ആരാധിപ്പാൻ വചനം കേൾപ്പനെല്ലാം കൃപ നൽകുന്നു. വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കണമേ. ആത്മിക, ഭൗതിക, സാമ്പത്തിക നന്മകൾ നൽകണമേ. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവി കുഞ്ഞുങ്ങളെ തീരുമാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരാതിക്കുന്ന എല്ലാവരെയും തോന്നൽ ആഴ്ചയിൽ കുറിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മടക്കത്തിലെല്ലാം കൂടിയിരിക്കണമേ. അപ്പാദേവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ആവശ്യം എല്ലാ കർത്താവേ നന്മകൾ നൽകി ഓരോ നിമിഷം ഞങ്ങൾ അത്ഭുതകരമായി നടത്തമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവിക സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ദൈവിക സ്നേഹം ഞങ്ങളെ പുറപ്പെടുവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ എനിക്ക് സാധ്യത പ്രാർത്ഥിക്കുന്നതിന്റെ ഭാര്യ, മരുമക്കൾ, കുഞ്ഞുങ്ങളെടുത്ത് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെടുത്ത് പ്രാർത്ഥിക്കണം, അടിയിൽ കുടുംബങ്ങളെടുത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൂടെ എല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ വാഴ്ത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. ആശീർവാദം, സമാധാനം സന്ദർശിക്കുകയാണ്. പ്രാർത്ഥനകളെ യാചകരുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ. ആത്മാവേ കർത്തരെ സ്തോത്രം, എന്നുള്ള ശ്രാമത്തെ സ്തോത്രം. എന്റെ ആത്മാവേ കർത്തരെ സ്തോത്രം. കർത്തർ ചെയ്ത സകലവർ മറവാതെയും ആമേൻ. ആശീർവദിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന വിഷമത്തെ കൂട്ടായ്മ പ്രാചക വിഷ്ണു സകല വ്യക്തികളോടും കർത്താവിന്റെ രണ്ടാമരോട് ഉണ്ടായിരിക്കും മാറട്ടെ. ആമേൻ. ചെയ്യുന്ന കർത്താവിന്റെ കാര്യങ്ങൾ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷം കടന്നു പോകാം ദൈവിക സ്നേഹത്തിൽ. ആമേൻ. നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.